കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബേപ്പൂരിൽ തീപിടിച്ച വാൻഹായ് കപ്പൽ ആ കപ്പലിന്റെ തീ അണയ്ക്കാൻ തന്നെ വളരെ പാടുപെടുകയായിരുന്നു. ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് വരുന്നത് ഈ വാൻഹായ് കപ്പൽ കെട്ടിവലിക്കുന്നതിൽ നേരിട്ട് നാവികസേന ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചക്കപ്പലുകൾ ഉടമകൾ ചോദിച്ച വാടക നൽകാനാകില്ലെന്ന് വാൻഹായ് കപ്പൽ ഉടമകൾ അറിയിച്ചതോടെയാണ് നാവികസേന രംഗത്ത് വന്നത്. ഇതിനിടയിൽ ആദ്യം കപ്പലിൽ നിന്നും കെട്ടിയ വടം പൊട്ടി. കപ്പൽ നിലവിലുള്ളത് കൊച്ചി തീരത്ത് നിന്നും 22 നോട്ടിക്കൽ മൈൽ അകലെയാണ്. സഹിൻ ആന്റണി പറഞ്ഞു തരും ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ദൗത്യം എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നു. നാവികസേനയുടെ ഇടപെടൽ എങ്ങനെയാണ്, ദൗത്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു സഹിൻ? സേതു, നിർണായകമായ ഒരു ഘട്ടമായിരുന്നു നാവികസേന ഇടപെടൽ നടത്തിയത്. കാരണം കപ്പൽ കൊച്ചി തീരത്ത് നിന്ന് 22 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല 2.78 കിലോമീറ്റർ വേഗതയിൽ കപ്പൽ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആദ്യം കെട്ടിയ ടഗിലെ വടം പൂർണ്ണമായും പൊട്ടി കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഈ ടഗ് ഉടമകൾ ചോദിച്ച പണം നൽകാൻ വാൻഹായ് ഉടമകൾ തയ്യാറായില്ല. ഇതോടുകൂടി നാവികസേന തന്നെ നേരിട്ട് ഈ പ്രശ്നങ്ങളിൽ ഇടപെടുകയായിരുന്നു. നാവികസേന INS ശാരദ അടക്കമുള്ള സംവിധാനങ്ങളുമായി അവിടെ എത്തി, കപ്പൽ സംവിധാനങ്ങളുമായി അവിടെ എത്തുകയും ഓഫ്ഷോർ വാരിയർ എന്ന് പറയുന്ന ടഗ് ഉപയോഗിച്ചുകൊണ്ട് ഈ കപ്പലിനെ നിയന്ത്രണത്തിലാക്കുകയുമാണ് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ അത് കൊച്ചി തീരത്തേക്ക് അടുക്കുമായിരുന്നു. അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമായിരുന്നു. എന്തായാലും നാവികസേനയുടെ കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. നാവികസേന തന്നെയാണ് ഇപ്പോൾ ഈ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കപ്പൽ നിയന്ത്രണത്തിലാണ് എന്ന് തന്നെ പറയാൻ കഴിയും. പക്ഷേ കഴിഞ്ഞ 4 ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രയത്നം ഇപ്പോഴും അതിശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വാൻഹായ് 503 എന്ന കപ്പലിലെ പുക അത് പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തീ പിടിക്കാനുള്ള സാധ്യത നാവികസേന തള്ളിക്കളയുന്നില്ല. എന്തായാലും നാവികസേനയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കപ്പലുള്ളത്. സേതു, ശരി സഹിൻ, വ്യക്തമാണ്. അപ്പോൾ സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാവികസേന ഇടപെട്ടിരിക്കുന്നു. അവിടെ ദൗത്യം പുരോഗമിക്കുന്നു.